പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും ആദ്യം മുതൽ എന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കായേൻ പോവുകയാണ്. സഹോദരനെ അടിച്ചു കൊന്നു എന്നുള്ള യാതൊരു ഭാവവും അവന്റെ മുഖത്തില്ല. വളരെ നിസ്സംഗനായി സാധാരണ പോലെ അവൻ പോവുകയാണ്. പെട്ടെന്ന് ആ ദൈവം അവന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ടൊരു ചോദ്യം, നിന്റെ സഹോദരൻ ഹാബേൽ? വളരെ ക്രുദ്ധിതനായി അഹങ്കാരത്തോടെ കായേൻ ചോദിക്കുകയാണ്, ഞാൻ എന്താ എന്റെ സഹോദരന്റെ കാവൽക്കാരനാണ്? ഉടനെ ദൈവം അവനോട് മറുപടി പറഞ്ഞു, നിന്റെ സഹോദരന്റെ രക്തം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. കായേൻ വിചാരിച്ചിരുന്നത് അവൻ ഹാബേലിനെ കൊന്നു, ഹാബേലിനെ കൊണ്ടുള്ള ശല്യം തീർന്നു, ഇനി പ്രതിസന്ധികളൊന്നുമില്ല, ആരും അറിഞ്ഞിട്ടില്ല, ഇനി ദൈവത്തിന്റെ അനുഗ്രഹം മുഴുവനും അവനെ ലഭിക്കുമെന്ന് തന്നെയാണ്. പക്ഷെ ഇപ്പോൾ ദൈവം വന്ന് ചോദിക്കുകയാണ്, കായേൻ എവിടെ? അതുകൊണ്ട് അവൻ ധിക്കാരത്തോടെ മറുപടി പറയുന്നു, ആരും കണ്ടിട്ടില്ലല്ലോ. ധിക്കാരത്തോടെ മറുപടി പറയുന്നു, ഞാൻ എന്താ എന്റെ സഹോദരന്റെ കാവൽക്കാരനാണോ? ഉടനെ ദൈവത്തിന്റെ മറുപടി വരുന്നു, നിന്റെ സഹോദരന്റെ രക്തം മണ്ണിൽ നിന്ന് അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് നിലത്ത് നിന്ന് എന്നോട് നിലവിളിക്കുന്നു. അപ്പോ എന്താ സംഭവം? ഹാബേലിന്റെ മരണം ദൈവം കണ്ടിരിക്കുന്നു. ആ മരണത്തെ പറ്റി ചോദിക്കുവാനായിട്ട് കുറ്റവാളിയായ കായേന്റെ മുമ്പില് ദൈവം വന്ന് നിൽക്കുകയാണ്. കുറ്റവാളിയായ കായേന്റെ മുമ്പില് ദൈവം വന്ന് നിൽക്കുകയാണ്. ആ ദൈവം കൃത്യമായി പറയുന്നുണ്ട്, നിന്റെ സഹോദരന്റെ രക്തം മണ്ണിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. രക്തം എന്നുള്ള വാക്കിന് എബ്രായ പാരമ്പര്യത്തിൽ വലിയ അർത്ഥങ്ങളുണ്ട്. രക്തം എന്ന് പറഞ്ഞാൽ ജീവനായ രക്തത്തോടു കൂടെ എന്ന് ആവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട്. AD 49 കൂടിയ യെരുശലേം സിനോദോസിന്റെ ഒരു തീരുമാനം, രക്തം കുടിക്കരുത് എന്നാണ്. കാര്യം രക്തമാണ് ജീവൻ, ജീവൻ കഴിക്കരുത്. ശ്വാസം മുട്ടിച്ചത്തത് തിന്നരുതെന്ന് യെരുശലേം സിനോദോസ് തീരുമാനിച്ചു. കാരണം അതിന്റെ രക്തം പോയിട്ടില്ല, അതിൽ രക്തമുണ്ട്, അത് ജീവനാണ്, അത് കഴിക്കരുത്. അപ്പോൾ രക്തം നിലവിളിക്കുന്നു എന്ന് പറഞ്ഞാൽ അതെന്താണ് അതിന്റെ അർത്ഥം? ദൈവം വ്യക്തമായിട്ട് പറയുകയാണ്, ഹാബേലിന്റെ ജീവൻ എന്നോട് നിലവിളിക്കുന്നു. നിലവിളിക്കുന്നു വെച്ചാൽ സങ്കടപ്പെടുന്നു, പരാതി പറയുന്നു ഒക്കെ അർത്ഥമാക്കാം. ഇത് കേൾക്കുമ്പോൾ ഒരു ചെറിയ കഥാവിവരണമാണ്. പക്ഷെ 3 വലിയ മർമ്മങ്ങൾ അവിടെ അടങ്ങിയിരിക്കുന്നു. ആ മർമ്മങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത്തേത്, പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള വ്യക്തമല്ലാത്തൊരു കാര്യമുണ്ട്. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. അതെന്താണെന്ന് വ്യക്തമാക്കാതെ പലരും ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ദൈവം പറയുന്നു ഹാബേലിന്റെ രക്തം എന്നോട് നിലവിളിക്കുന്നു. അപ്പൊ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്, മരിച്ചവൻ മൗനതയിലല്ല. ഒരു മനുഷ്യൻ മരിച്ചാലും അവന് ദൈവത്തോട് സംസാരിക്കാൻ കഴിയും. സത്യത്തിൽ മരണമെന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. മരണമെന്ന് പറയുന്നത് എന്താണ്? ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുന്നു എന്ന് മാത്രം. സത്യത്തിൽ പൗലോസ് ഇതിനെപ്പറ്റി വലിയ പോസിറ്റീവായിട്ടാണ് പറയുന്നത്. എന്താണ്? ശരീരത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ കടമൊഴിയായി കണ്ണാടിയിൽ കൂടെ, അന്നുള്ളത് ലോഹ കണ്ണാടിയാണ്, ആ ലോഹ കണ്ണാടിക്ക് ഒരിക്കലും ഇന്നത്തെ ചില്ല് കണ്ണാടിയുടെ ഗ്ലാസിന്റെ തെളിച്ചം ഉണ്ടാവില്ല. ലോഹ കണ്ണാടിക്ക് ഒരു സ്റ്റീൽ പാത്രത്തിൽ മുഖം നോക്കുമ്പോൾ നല്ല വ്യക്തമാണ്. അതാണ് കടമൊഴിയായി കണ്ണാടിയിൽ കൂടെ കാണുന്നത് പോലെ. ഇപ്പോൾ നമ്മൾ ശരീരത്തിൽ ഇരിക്കുമ്പോൾ കണ്ണാടിയിൽ കൂടെ എന്ന പോലെ കടമൊഴിയായി കാണുന്നു. പക്ഷേ മരണശേഷം എന്തായിരിക്കും സംഭവിക്കുക? മുഖാമുഖം കാണും. അപ്പൊ ശരീരം എന്ന് പറയുന്നത് ആത്മാവിനെ ശക്തിപ്പെടുത്തുന്നൊന്നുമല്ല. സത്യത്തില് ശരീരത്തിൽ ഇരിക്കുന്ന ആത്മാവിന് ഒത്തിരി പരിമിതികളുണ്ട്.
അതുകൊണ്ട് ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടു എന്ന് വിചാരിച്ച് ആത്മാവിന് ദൈവത്തോട് പറയാനുള്ള കഴിവൊന്നും നഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ആ ദൈവം തന്നെ നേരിട്ട് സാക്ഷ്യം പറയുന്നു, ഹാബേലിന്റെ രക്തം അല്ലെങ്കിൽ ഹാബേലിന്റെ ജീവൻ എന്നോട് നിലവിളിക്കുന്നു. അതൊന്നാമത്തെ പോയിന്റ്. മരിച്ചവൻ മൗനതയിലല്ല, അവന് ദൈവത്തോട് സംസാരിക്കാൻ കഴിയും. രണ്ടാമത്തേത് എന്താണ്? രണ്ടാമത്തേത്, മരിച്ചവൻ പ്രാർത്ഥിച്ചാലും സംസാരിച്ചാലും പരാതി പറഞ്ഞാലും ദൈവം കേൾക്കും. ഹാബേലിന്റെ വാക്ക് ദൈവം കേട്ടല്ലോ. അവൻ മരിച്ചവനാണോ എന്നത് ദൈവത്തെ ഒരു വിഷയമുള്ള കാര്യമല്ല. മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, സർവരും അവന് ജീവിച്ചിരിക്കുന്നു. അവൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവമാണ്. അവൻ ജീവനുള്ളവരുടെ ദൈവമാണ്, മരിച്ചവരുടെ ദൈവമല്ല. സർവവും ജീവിച്ചിരിക്കുന്നു. അവൻ മരിച്ചു എന്നുള്ളൊരവസ്ഥ ദൈവത്തിന് അവരെ സംബന്ധിച്ചൊന്നുമില്ല. അവർ പറഞ്ഞാലും ദൈവത്തിന് അത് കേൾക്കാൻ സാധിക്കും. ഇത് രണ്ടാമത്തേത്. മൂന്നാമത്തെ കാര്യം എന്താണ്? മരിച്ചവൻ പറഞ്ഞപ്പോൾ ദൈവം അതിന് നടപടി എടുക്കുന്നതിനായിട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ്. അപ്പൊ ഉറപ്പാണ്, മരിച്ചവർ പ്രാർത്ഥിച്ചാലും ദൈവം അതിന് ഉത്തമമായ നടപടി എടുക്കും. ആ നടപടി നമ്മൾ പറയുന്നതാകണമെന്നില്ല, ജീവിച്ചിരിക്കുന്നവനോ മരിച്ചവനോ പറഞ്ഞതാകണമെന്നില്ല. അത് ദൈവത്തിന്റെ നീതിക്കും ന്യായത്തിനും ചേരുന്ന ഒരു നടപടിയായിരിക്കും. ആ നടപടി ദൈവം എടുത്തിരിക്കും. ഇപ്പോൾ ആ നടപടി എടുക്കാനായിട്ട് കായേന്റെ മുമ്പിൽ ദൈവം ഇറങ്ങി വന്നിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു വാക്യത്തിൽ 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്ന്, മരിച്ചവർ മൗനതയിലല്ല, അവർക്ക് ദൈവത്തോട് സംസാരിക്കാൻ കഴിയും. 2, മരിച്ചവർ പറഞ്ഞാലും ദൈവത്തിന് കേൾക്കുവാൻ കഴിയും. 3, മരിച്ച് പ്രാർത്ഥിക്കുന്നത്, ദൈവത്തോട് യാചിക്കുന്നത്, പരാതി പറയുന്നത് മരിച്ചവരാണെങ്കിലും ജീവിച്ചിരിക്കുന്നവനാണെങ്കിലും അതിന് ഉചിതമായ നടപടി, ദൈവത്തിന്റെ സ്നേഹത്തിന് നീതിക്ക് ഒത്തവണ്ണമുള്ള നടപടി ദൈവം എടുത്തിരിക്കും. അപ്പോൾ ആദ്യത്തെ മരണത്തിൽ തന്നെ ദൈവം സാക്ഷിക്കുന്നു, മരിച്ചവരും ദൈവത്തിന് ജീവിച്ചിരിക്കുന്നു. ഇതാണ് പരിശുദ്ധന്മാരോട് നമ്മൾ പ്രാർത്ഥിക്കാനുള്ള വേദപുസ്തകത്തിലെ ഒരു അടിത്തറ. ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവനാമം മഹത്വപ്പെടട്ടെ, ദൈവത്തിന് സ്തുതി. ഒരു കാര്യം കൂടെ നിങ്ങളെ അറിയിക്കട്ടെ. ഞാൻ ഈ പറഞ്ഞ വേദഭാഗം നമ്മുടെ വിശ്വാസത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു മർമ്മമാണ്. ഇത് പ്രയോജനപ്പെടുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത പ്രാവശ്യം ഇതിൽ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ എനിക്ക് സാധിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും വേദപുസ്തകത്തെ പറ്റി ചിന്തിക്കുന്നവർക്കും വേണ്ടിയുള്ള ചാനലാണ് ഇൻ സെർച്ച് ഓഫ്. ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവനാമം മഹത്വപ്പെടട്ടെ, ദൈവത്തിന് സ്തുതി.